ഹായ് ഓൾ, പേ സ്ലിപ്പ് ഓർ സാലറി സ്ലിപ്പ് നമുക്ക് എങ്ങനെ ബൾക്കായിട്ട് അറ്റ് എ ടൈം ജനറേറ്റ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഒരു എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം അത് എംപ്ലോയീസ് കൊടുക്കണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം. അതേപോലെ തന്നെ ഒരു എംപ്ലോയീസിന് ഒരു വൈറ്റൽ ഡോക്യുമെന്റ് ആണ് വെൻ ഹി അപ്ലൈ ലോൺ ഓർ ക്രെഡിറ്റ് കാർഡ് ഒരു ഫേമിൽ നിന്ന് വേറെ ഫേമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രൂഫ് ഓഫ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഡോക്യുമെന്റ് ഭാഗമായിട്ട് വെക്കാറുണ്ട്, റൈറ്റ്? ഇപ്പം ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ കൂടെ തന്നെ അതർ കോമൺ ആയ വേർഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സെയിം മെത്തേഡ് തന്നെ വേറെ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. വീലൊക്കെ ഉപയോഗിച്ച് ചെയ്യാം, VB ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഇതിൽ കൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഏത് വേർഷനും ഈ ഒരു മെത്തേഡ് സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ഡാറ്റാബേസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു എംപ്ലോയി ഡാറ്റാബേസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 150 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. സീരിയൽ നമ്പർ, എംപ്ലോയി ID, നെയിം, ഡെസിഗ്നേഷൻ, ഡേറ്റ് ഓഫ് ജോയിനിങ്, വർക്ക് ഡേയ്സ്, അതായത് ഒരു മന്ത്ലി എത്ര ദിവസം അവർ വർക്ക് ചെയ്യുന്നുള്ളതിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇത് സാലറിന്റെ കോമ്പണൻസ് ആണ്. എല്ലാവരും കേട്ട് ഫെമിലുള്ള സംഭവമാണ്. ബേസിക് സാലറി, ഹൗസ് റെന്റ് അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, മെഡിക്കൽ അലവൻസ്, കൺവെയൻസ്, ഫുഡ് അലവൻസ്, അതിന്റെ മൊത്തം ഗ്രോസ് സാലറി ആണ്. അതിൽ 2 ഡിഡക്ഷൻസ് ഉണ്ടാവും. ടാക്സ് ഉണ്ടാവും, ടാക്സ് ഡിഡക്ഷൻ സോഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ PF ഉണ്ടാവും, പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടാവും. അത് ടോട്ടൽ ഡിഡക്ഷൻസ് സെപ്പറേറ്റ് കാണിച്ചു. നെറ്റ് പേബിൾ ഇതായിരിക്കും മന്തിൻ്റെ അവർക്ക് ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടുന്ന പാക്കേജ്, അതായത് സാലറി. ഓക്കെ, ഇനി ഈ ഒരു വർക്ക് ബുക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ അതർ കോമണായ വേർഡും കൂടി ഓപ്പൺ ചെയ്തേക്കണം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനൊരു ജസ്റ്റ് നെയിം ഇട്ടുണ്ട്, സാലറി സ്ലിപ്പ് എന്നുള്ളതിൽ. ഓക്കെ, ആ ഈ വർക്ക് ഷീറ്റ്, അതായത് എക്സൽ വർക്ക് ഷീറ്റും വേർഡും ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തത്. ശേഷം ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ സാലറി പ്രിപ്പയർ ചെയ്യാനുള്ള ഫോർമാറ്റ്, സാലറി ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. സാധാരണ ചെയ്യൽ ഈ വേർഡിലാണ് എല്ലാവരും ചെയ്യൽ. ബെസ്റ്റ് വേ നമുക്ക് എക്സലിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സാലറി ഫോർമാറ്റ്. സാലറി ഫോർമാറ്റ് എക്സലിൽ ചെയ്യുന്ന മുന്നേ ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുക്കുക, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ. അതിൽ ഈ ലെഫ്റ്റ് എൻഡിൽ 4 ഓപ്ഷൻ കാണാം. അതിൽ പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് അറിയാൻ പറ്റും. ഒരു A4 ഷീറ്റിൻ്റെ ബൈ ഡിഫോൾട്ട് ഡെഫിനറ്റ്ലി A4 ഷീറ്റ് ആയിരിക്കും എന്തായാലും സാലറി സ്ലിപ്പ് കൊടുക്കാം, റൈറ്റ്? A4 ഷീറ്റിൻ്റെ മാക്സിമം കപ്പാസിറ്റി അറിയാൻ പറ്റും ഇവിടെ. ഓക്കെ, അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അറിയാൻ പറ്റും. ശേഷം വീണ്ടും നോർമലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു J×K ഒരു മിഡിലായിട്ടൊരു ലൈൻ ഇങ്ങനെ പോകുന്നു. ഇതാണ് മാക്സിമം. ഇതിൻ്റെ പുറകിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രഞ്ചായി പോകും പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം നമ്മൾ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഇവിടെ കാണാം അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കാണാം. മാക്സിമം ഇത്രേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ശേഷം സാലറി സ്ലിപ്പ് ഉണ്ടാക്കുക. ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഒരേ സിമ്പിൾ സംഭവമാണ്. ഒരു 2-3 റോ എടുത്തിട്ട് ഒരു 5-6 കോളം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മെർജ് ചെയ്തു. ശേഷം കളേഴ്സും സെറ്റ് ചെയ്തു, ടെക്സ്റ്റും സെറ്റ് ചെയ്തു. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ അത് വേറെ തന്നെ ഒരു ബേസിക്സ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കണം. അതിൽ ഞാൻ കൊടുത്തുകൊണ്ട് ഇത് അധികം ആൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ജസ്റ്റ് ഹെഡിങ്സ് ആണ്, കമ്പനിയുടെ നെയിംസ് ഇട്ടത് മാത്രം, സാലറി സ്ലിപ്പ് ആൻഡ് ഇമെയിൽ ID. ഇവിടെ കാണാം ഓരോ സെക്ഷൻസ്, എംപ്ലോയി ID എന്തൊക്കെയാണ് സാലറി സ്ലിപ്പിൽ റിഫ്ലക്റ്റ് ആവേണ്ടതെന്നുള്ളത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എംപ്ലോയി ID എനിക്ക് വേണം, നെയിം കാണിക്കണം, ഡെസിഗ്നേഷൻ കാണിക്കണം, അറ്റൻഡൻസ് അതായത് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് അവർ എത്ര ചെയ്തതെന്നുള്ളത്, റെസ്പെക്റ്റീവ് എംപ്ലോയീസ്. ഇത് ഏണിംഗ് സെക്ഷനാണ്. അതേപോലെ തന്നെ ഇത് എമൗണ്ട്, ഇത് ഡിഡക്ഷൻസ് ആണ്, ഇത് എമൗണ്ട്, ഗ്രോസ് സാലറി, ടോട്ടൽ ഡിഡക്ഷൻസ്, നെറ്റ് സാലറി, റൈറ്റ്? ഇത് ബാങ്ക് നെയിം, അതർ ഡീറ്റെയിൽസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ 2 ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു സെയിം ഡാറ്റാബേസ്. നിങ്ങൾക്ക് കാണാം സെയിം ഹെഡിങ്സ് ആണ് ഞാൻ അവിടെ കൊടുത്തത്, റൈറ്റ്? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാലറി സ്ലിപ്പ് ഫോർമാറ്റ് ഞാൻ കംപ്ലീറ്റ് കോപ്പി ചെയ്തു. ശേഷം വേർഡ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പേസ്റ്റ് ചെയ്യുക, Ctrl+V. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഇവിടെ വന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഡാറ്റാബേസ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെയാണുള്ളത് നോക്കാം, റൈറ്റ്? ആദ്യം തന്നെ വേണ്ടത് ഗോ ടു മെയിലിംഗ്, സെലക്ട് റെസിപ്പിയൻറ്റ്. ഇവിടെ 3 സെക്ഷൻ കാണാം. ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഡാറ്റാബേസ് അവിടെ നിലവിലില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ മാനുവലി കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കണം. അത്തരത്തിൽ നമുക്ക് ഈ ഒരു സെലക്ഷന്, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ സെലക്ഷന് ഓപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്, അതായത് നേരത്തെ നമുക്ക് ഓൾറെഡി ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോഴത്തെ കേസിൽ ഞാൻ ഈ 2ാമത് സെലക്ട് ചെയ്യുന്നത്. 3ാമത്തെ ചൂസ് ഫ്രം ഔട്ട്ലുക്ക് കോൺടാക്ട്സ്. നമുക്ക് ഓൾറെഡി ഒരു ഔട്ട്ലുക്ക് ഒരു ഇമെയിൽ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഓൾറെഡി
ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒരു ഓൾറെഡി ലിസ്റ്റ് ഓഫ് ഇമെയിൽ റീമെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഔട്ട്ലുക്കിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റാണ്. കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ലിസ്റ്റ് ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചു. അത് ക്ലിക്ക് ചെയ്തു, അത് ബ്രൗസ് ചെയ്യുന്നു. എവിടെ ലിസ്റ്റില്ല, ഞാൻ സേവ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഞാൻ ആ അഡ്രസ്സിലേക്ക് പോകുന്നു, ഡെസ്ക്ടോപ്പ് പോകുന്നു, ആ സാലറി സ്ലിപ്പ് ഓട്ടോമേഷൻ എന്നുള്ള ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു. ശേഷം നിങ്ങൾക്കൊരു 3 സെക്ഷൻ കാണാം ഇവിടെ. ഡാറ്റ, സാലറി ഫോർമാറ്റ്, ഷീറ്റ്. ഈ സംഭവം എന്താ, സെയിം വർക്ക് ഷീറ്റാണ് നമ്മുടെ വർക്ക് ബുക്കിലുള്ള. ഏത് വർക്ക് ബുക്ക്? ഈ മെയിൻ വർക്ക് ബുക്കിലുള്ള. ഇവിടെ കാണത്താറുള്ള ഡാറ്റ, സാലറി ഫോർമാറ്റ്, ഷീറ്റ് 2. ഇത് ബ്ലാങ്ക് ആണ്. നമുക്ക് പിക്ക് ചെയ്യേണ്ട ഈ ഡാറ്റ എന്നുള്ള ടാബിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ ഡാറ്റ എന്നുള്ള ടാബ് സെലക്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. അപ്പം ഡാറ്റ ഇവിടെ ഇൻവിസിബിൾ ആയി കിടക്കുന്നുണ്ട്, ഓൾറെഡി പ്രോസസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഏരിയ. നെക്സ്റ്റ് നമുക്ക് റെസ്പെക്റ്റീവ് ഹെഡിങ് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ടാബ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ മെയിലിംഗ് എന്നുള്ള സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇൻസേർട്ട് മെർജ് ഫീൽഡ്. ഓരോ ഫീൽഡ് കാണാം. ഈ സെയിം ഫീൽഡ് ഇമ്പോർട്ട് ചെയ്തത് നമ്മുടെ ഡാറ്റ എന്നുള്ള ഷീറ്റ് ഹെഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഈ എംപ്ലോയി ഐ ഡിയാണ് വേണ്ടത്. അതുകൊണ്ട് എംപ്ലോയി ഐ ഡിൻ്റെ ഇവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക, ഇൻസേർട്ട് മെർജ് എംപ്ലോയി ഐ ഡി സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്തു. ഇവിടെ ഡാറ്റ വന്നു. റൈറ്റ്, ഡാറ്റ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പിറകിൽ ഡാറ്റ ഉണ്ട്. പ്രോസസ് ചെയ്യുന്ന മുന്നേ ജസ്റ്റ് കാണിച്ചത് മാത്രം. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെക്കാണ്. നെക്സ്റ്റ് നെയിമിനോടെ കേഴ്സർ പ്ലേസ് ചെയ്യുക, നെയിം സെലക്ട് ചെയ്തു. അതുകൊണ്ട് എല്ലാം 1 by 1 ആയിട്ട് ഞാൻ ഫില്ല് ചെയ്യാണ്. ഡെസിഗ്നേഷൻ അറ്റൻഡൻസ് ഉദ്ദേശിക്കുന്നത് എത്ര ദിവസം വർക്ക് ചെയ്തു, വർക്ക് ഡേയ്സ് സെലക്ട് ചെയ്തു. ബേസിക് സാലറി ശ്രദ്ധിക്കണം, സാലറി തൊട്ടടുത്തല്ല. ഏത് കോളത്തിലാണ് ഡീറ്റെയിൽസ് വേണ്ടത് അവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഹെഡിങ്സ് മാറിപ്പോരുത്. അതായത് ഫീൽഡ് എവിടെയാണ് സെലക്ട് ചെയ്യുന്നുള്ളത്. ബേസിക് സാലറീൻ്റെ അവിടെ കേഴ്സർ സെലക്ട് ചെയ്തു, ആൻഡ് ബേസിക് സാലറി, HR, സ്പെഷ്യൽ എലമെൻറ്റ്സ്, മെഡിക്കൽ, കൺവെൻസ്, ഫുഡ് എലവൻസ്. ഏണിങ്സ് പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഡിഡക്ഷൻസ് ആണ്. പ്രൊഫഷണൽ ടാക്സ് ഇതിലാണ് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലീവ് ചെയ്യാണ്. പ്രൊവിഡൻറ്റ് ഫണ്ട് നോക്കാം, PF സെലക്ട് ചെയ്തു. ലോണും അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് എംപ്റ്റി ആക്കിയിട്ടതാണ്, ആർക്കും ലോണൊന്നുമില്ല, അതുകൊണ്ട് ജസ്റ്റ് ലീവ് ചെയ്തു. TDS ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത്. നെക്സ്റ്റ് ഗ്രോസ് സാലറിൻ്റെ സെക്ഷൻ, ഗ്രോസ് സാലറി, ടോട്ടൽ ഡിഡക്ഷൻസ്, ഫൈനലി നെറ്റ് സാലറി, അതായത് ടേക്ക് ഹോം സാലറി, അത് സെലക്ട് ചെയ്തു. അപ്പോൾ ഡാറ്റ കംപ്ലീറ്റ് ഫിൽ ചെയ്തു. ഇനി ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണണം, എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്കം വരാമെന്നുള്ളത് കാണണം. ഓക്കെ, പ്രിവ്യൂ റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എംപ്ലോയിൻ്റെ സാലറി സ്ലിപ്പ് ഇവിടെ ജനറേറ്റ് ആയി. എങ്ങനെയാണെന്നുള്ളത് ഏകദേശം പ്രിവ്യൂ കിട്ടി. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വരണമെങ്കിൽ ഈ എൻഡിലുള്ള റൈറ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, 150 ഇവിടെ കാണാം. ഏറ്റവും ലാസ്റ്റിലെ എംപ്ലോയിസിൻ്റെ കിട്ടും. വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യുക. ലാസ്റ്റ് എംപ്ലോയിസിൻ്റെ ID ആണ് CTM 1387, നെയിം സാദിഖ് അഹമ്മദ് അൻസാരി. ഞാൻ മെയിൻ ഡാറ്റാബേസിലേക്ക് പോകുന്നു. ഏറ്റവും ലാസ്റ്റ് എംപ്ലോയിസ് നോക്കാം, CTM 1387 സാദിഖ് അഹമ്മദ് അൻസാരി, സൈറ്റ് എഞ്ചിനീയർ ആണ്. മൂപ്പര ടേക്ക് ഹോം സാലറി 21,304 ആണ്. ഇവിടെ കാണാം ഏറ്റവും ലാസ്റ്റ് 21,304. റൈറ്റ്, നെറ്റ് പേബിൾ സെയിം സംഭവം റിഫ്ലക്റ്റ് ആയി. റൈറ്റ്, ഇനി ഞാൻ ബാക്ക് ടു ഫസ്റ്റ് പേജ്. ഇത് മെയിൻ പ്രിവ്യൂ എന്താ, നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അഡീഷനോ ഡിലീഷനോ വേണ്ടിയിട്ടാണ്. എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പേരെന്തോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തും എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ നിങ്ങൾ ഈ മെയിലിംഗ് എന്നുള്ള ഓപ്ഷൻ തന്നെ എഡിറ്റ് റിസപ്ഷൻ ലിസ്റ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അപ്പോൾ നമ്മൾ മെയിൻ ഡാറ്റ ഉണ്ടല്ലോ ഈ എക്സലിൽ കാണിച്ചത്, അതാ സെയിം സംഭവം ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത്. ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത്, ഒരു പർട്ടിക്കുലർ ഡാറ്റ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്, ഒരു ലൈനാണ് എഡിറ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് അൺടിക്ക് ചെയ്യാം. ഇവിടെ ഡാറ്റ സോഴ്സിൻ്റെ അടുത്ത് ഇത് അൺടിക്ക് ചെയ്തതിന് കംപ്ലീറ്റ് അൺടിക്കായി. പിന്നെ ഇൻഡിവിജ്വലി നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മനാബ് എന്നുള്ള KP എന്നുള്ള KK എന്നാക്കണം, അതുകൊണ്ട് മാത്രം ക്ലിക്ക് ചെയ്യാം. ശേഷം താഴെ ഒരു സെക്ഷൻ കാണാം, ഡാറ്റ സോഴ്സ്. അതിൻ്റെ അകത്തായിട്ട് ഒരു ഫയൽ കാണാം, സാലറി സ്ലിപ്പ് ഓട്ടോമേഷൻ. നമ്മുടെ സെയിം ഫയൽ തന്നെയാണ് നമ്മുടെ ഡാറ്റ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സെലക്ട് ചെയ്യുക, ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ അടിക്കുന്നത് ശ്രദ്ധിക്കണം, നമ്മൾ ഏത് ഫയലാണോ എഡിറ്റ് ചെയ്യുന്നത് അത് മാത്രമേ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ പ്രസ് ചെയ്തു. അതിനുശേഷം ഒരു സെയിം ഫയൽ ഇവിടെ മനാബ് KP ഉള്ളത് എനിക്ക് KK ആക്കണം. ഞാൻ മാനുവലി KK ചേഞ്ച് ചെയ്തു, സേവ് ചെയ്തു. ബാക്ക് ടു വേർഡ് ഫയൽ, സെയിം ഓപ്ഷനിലേക്ക് വീണ്ടും പോവുക, എഡിറ്റ് റിസപ്ഷൻ ലിസ്റ്റ്. അതേ പൊസിഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശേഷം സെയിം ഫയൽ ഒന്നും കൂടി സെലക്ട് ചെയ്യുക, സാലറി സ്ലിപ്പ് ഓട്ടോമേഷൻ. ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി, റീഫ്രഷ്. ആൻഡ് ഓക്കെ അടിക്കുന്ന മുന്നേ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാം
ഈ 1 ഓഫ് KP ഉള്ളത് KK കൺവേർട്ട് ചെയ്തു. സെക്കൻഡ് പേജ്, ഫസ്റ്റ് പേജ് വിട്ടിട്ട് കംപ്ലീറ്റ് ഷീറ്റ് ഇവിടെ കാണാം. ഇനി നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫൈനലൈസ് ചെയ്യുന്ന മുന്നേ പിന്നെ ഫയൽ സേവ് ചെയ്യുക. അതിനുശേഷം ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി HR ഡിപ്പാർട്ട്മെൻറ്റ് അപ്രോച്ച് ചെയ്തു, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അപ്രോച്ച് ചെയ്തു, സാലറി സ്ലിപ്പ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഡാറ്റാബേസിൽ നിന്നുള്ള ഇമ്രാൻ അലി എന്നുള്ള എംപ്ലോയിനെ അപ്രോച്ച് ചെയ്തത്. അപ്പം പൊതുവേ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡാറ്റാബേസ് സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുക എംപ്ലോയി ID ആണ്, അല്ലെങ്കിൽ ഫുൾ നെയിം ഉപയോഗിക്കുക, എന്തോ ആയിക്കോട്ടെ. അപ്പം ഞാൻ ഈ എംപ്ലോയി കോപ്പി ചെയ്തു, മെയിലിംഗ് എന്നുള്ള ഈ സെക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫൈൻഡ് റിസിപ്റ്റ്, റൈറ്റ്? അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫൈൻഡ് എന്താണ്, എനിക്ക് ഈ നമ്പറാണ് വേണ്ടത്. ഇത് എംപ്ലോയി ID ആണ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് ഏത് ഫീൽഡാണ് സെലക്ട് ചെയ്ത്, ഓൾ ഫീൽഡ്സ് അല്ല സെലക്ട് ചെയ്യേണ്ടത്. ദിസ് ഫീൽഡ് സ്പെസിഫിക്കലി ഡ്രോപ്പ് ഡൗൺ ചെയ്യുക, എംപ്ലോയി ID. എംപ്ലോയി ID ഇവിടെ പേസ്റ്റ് ചെയ്തു. നെയിം ആണെങ്കിൽ നെയിം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നെയിം പേസ്റ്റ് ചെയ്താൽ മതി. അപ്പം ഇവിടെ എംപ്ലോയി ID ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫൈൻഡ് നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് ഉടനെ തന്നെ സെക്കൻഡ്സ് കൊണ്ട് ഇവിടെ ഇമ്രാനിൻ്റെ പേ സ്ലിപ്പ് റെഡി ആയി. ഇത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യുക PDF അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുക, ഈവൻ മെയിൽ വരെ അയക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇതൊരു ബൾക്ക് ഇത് ഫോർ എക്സാമ്പിൾ ഈ സാലറി സ്ലിപ്പ് എന്നുള്ളത് നമുക്കൊരു വേറെ തന്നെ ഷീറ്റിൽ മെർജ് ചെയ്തും കൊണ്ട് എല്ലാ ഷീറ്റുകളും മന്ത്ലി എനിക്ക് സേവ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനിഷ് ആൻഡ് മെർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്, പ്രിൻറ്റ് ഡോക്യുമെൻറ്റ്, സെൻഡ് ഇമെയിൽ മെസ്സേജ്, 3 സെക്ഷൻ ഉണ്ട് അല്ലേ? അതിൽ ഞാൻ ചെയ്യേണ്ടത് എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്, അത് സെലക്ട് ചെയ്തു. ഇവിടെ 3 സബ്സെക്ഷൻ കാണാം. ഓൾ, കറണ്ട് റെക്കോർഡ്, ഫ്രം, അതായത് കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യണം. അതാണ് എനിക്ക് വേണ്ടത്. കറണ്ട് റെക്കോർഡ് ഉദ്ദേശിക്കുന്ന ഇയർ, ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇമ്രാനിൻ്റെ പേജിലോ അത് മാത്രമേ ആണോ, അല്ലെങ്കിൽ ഫ്രം റേഞ്ച് വെച്ചിട്ട്, അതായത് 102 തൊട്ടിട്ട് 105 വരെയുള്ള എംപ്ലോയീസിൻ്റെ ആണോ, ഒരു റേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഈ ഡാറ്റാബേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ആകാശ് എന്നുള്ള ആ വ്യക്തി തൊട്ടിട്ട് എനിക്ക് ഈ 5ാം സർക്കാർ വരെയുള്ള ഈ 25th വരെ, അത് 17 തൊട്ടിട്ട് 25 വരെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ റേഞ്ച് കൊടുക്കുക, ആ നമ്പേഴ്സ് ഇവിടെ കൊടുത്താൽ മതി. പക്ഷേ എനിക്കിവിടെ വേണ്ടത് ഓൾ ആണ്, അതുകൊണ്ട് ഓൾ ബൈ ഡിഫോൾട്ട് ഓളെ കാണിക്കുക. അത് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, ഓക്കെ അടിച്ചു. ഇത് പ്രോസസ്സിങ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റൈറ്റ് ഹാൻഡിൽ പ്രോസസ്സിങ് ചെയ്യുന്നത് എല്ലാ പേജും 1 by 1 പ്രോസസ്സ് ചെയ്യുന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഷീറ്റ്, അതായത് പേ സ്ലിപ്പ് ജനറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കോർണറിൽ കാണാം പേജ് 1 out of 150 എന്നുള്ളത് കംപ്ലീറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഞാൻ ഇത് ഒരു പുതിയ ഷീറ്റിലേക്കാണ് ഇത് ഓട്ടോമാറ്റിക്കലി വന്നത്. ഞാൻ മെർജ് ആ സെക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ലെറ്റർ വന്നുള്ള പുതിയ ഒരു ഫയലിലേക്കാണ് ഇത് മാറിയത്. നമ്മുടെ മുന്നത്തെ ഫയൽ, ഒറിജിനൽ ഫയൽ ഇവിടെ തന്നെ ഉണ്ട്, സാലറി സ്ലിപ്പ് ഉള്ളതിൽ. ഇപ്പോൾ രണ്ടും സേവ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഈ ഒരു പുതിയൊരു ഫയലിൻ്റെ ഉദ്ദേശം നമുക്ക് ഫ്യൂച്ചർ വെരിഫിക്കേഷൻ വേണ്ടി നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഫയലിങ്ങോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സാലറി സ്ലിപ്പ് എന്നുള്ളതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും എംപ്ലോയി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ ആ റെസ്പെക്റ്റീവ് മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഫൈൻഡ് റെസിപ്റ്റിൽ പോവുക, റെസ്പെക്റ്റീവ് ഫീൽഡ് സെലക്ട് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഫൈൻഡ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.